പവിത്രം സീരിയലിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുമായിട്ട് കാട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം കട്ടിലിൽ കിടക്കാണ്. വിക്രമിന്റെ മനസ്സിൽ വേദയുടെ മുഖം മാത്രമാണ് കേട്ടോ നിറഞ്ഞു നിൽക്കുന്നത്. ഇതേ സമയം വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട്, വേദയെങ്ങാനും വരുന്നുണ്ടോ എന്നറിയാനായിട്ട്. വേദയോട് സംസാരിക്കാനും കാണാനും ഒക്കെ വിക്രമത്തിന് തോന്നുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് ജഗ്ഗിലെ വെള്ളവുമായിട്ട് കമല വരികയാണ്. ഇത് കണ്ട് വിക്രം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് കമലയോട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ കൊണ്ടുവന്നത്, അമ്മ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കമലം പറയുന്നുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനല്ലേ, വേദ വന്നതിന് ശേഷമല്ലേ അതിനൊക്കെ ചെറിയ മാറ്റം സംഭവിച്ചത്, അതിനുള്ള കാരണവും ഞാൻ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്, ചേരാത്ത ബന്ധമാണ് ചേർന്നതെന്നെല്ലാം വിക്രം പറയുന്നുണ്ട്. വിക്രത്തിനോടായിട്ട് കമല പറയുന്നുണ്ട്. തുടർന്ന് വേദ എവിടെ അമ്മയെന്ന് വിക്രം ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് കമല ആണെങ്കിൽ വേദയൊന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിലും വിഷമത്തോടുകൂടി വിക്രത്തിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഞാൻ ഇവിടെ കിടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിലും എൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ ഇവിടെ കിടക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം വേദ ഒന്നും മിണ്ടാതെ ഇടയ്ക്ക് വെച്ച് ഒന്നും മിണ്ടാതെ കിടക്കാനായിട്ട് പോവാണ്. ഇത് കണ്ട് വിക്രമാണെങ്കിൽ വേദയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ എന്നോടൊന്നും വേദ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ, അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട്. വേദ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയോടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് വിക്രം കരുതിയിരിക്കുമ്പോൾ വേദയുടെ ഫോണിലേക്ക് പത്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, ഈ സമയത്ത് അമ്മ അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ഫോൺ എടുക്ക്, എന്താ കാര്യം എന്ന് ചോദിക്കാനൊക്കെ വേദയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും പത്മ വേദയോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, മോൾ ഉറങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുന്നതും പത്മം പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ എന്ന് വേദ ടെൻഷനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് സീരിയസ് ആണെന്ന്, ICUലോട്ട് മാറ്റിയിരിക്കുകയാണ്, മോളെ കുറിച്ച് സംസാരിച്ചിട്ടാണ് കിടന്നത്, മോളെ കണ്ടാൽ മുത്തശ്ശിക്ക് സന്തോഷവും, മോൾക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ, സിറ്റി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പത്മം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് വേദ വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ വരാം അമ്മ, എനിക്ക് മുത്തശ്ശിയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിന്റെ മുത്തശ്ശിക്ക് എന്താ എന്ന് വിക്രം ചോദിക്കുമ്പോൾ മുത്തശ്ശി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ഒരുപാട് വിഷമിച്ചാണ് ഇവിടെ നിന്നും പോയത്, എനിക്ക് മുത്തശ്ശിയെ കാണണം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോവാം, നീ റെഡിയാവ് എന്ന് പറയുമ്പോൾ റെഡി ആവാനോ ഒന്നുമില്ല വിക്രം, ബൈക്ക് എടുക്കുക, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അച്ഛനോടും അമ്മയോടും ഒന്നും ഇപ്പോൾ പറയാൻ നിൽക്കണ്ട, ഉറങ്ങിക്കോട്ടെ, രാവിലെ പറയാമെന്നും പറയുന്നുണ്ട്, എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ വിക്രം. അങ്ങനെ വിക്രമിന്റെ ബൈക്കിൽ കയറി അവർ രണ്ടുപേരും പോവാണ്. അന്നേരം ഉറങ്ങാതെ കിടക്കുന്ന കമലയാണെങ്കിൽ ബൈക്കിന്റെ ശബ്ദം കേട്ട് കതക് തുറന്ന് നോക്കുകയാണ്. ഇതേ സമയം വിക്രമിന്റെ ബൈക്ക് കാണാണ്ടാവുന്നതോ വെളിയിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വേദയെയും കാണുന്നില്ല. അപ്പോൾ വിക്രമിനെയും കൂട്ടി വേദ എവിടെയോ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന കമലയ്ക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് മുത്തശ്ശിയെ കണ്ടിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളും വാ, നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവും എന്ന് പറയുമ്പോൾ വിക്രമും വേദയുടെ കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകുമ്പോൾ രാധയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, ഓട്ടം വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ രാധ വിഷമത്തോടെ പറയുന്നുണ്ട്, എന്നെ സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കുന്നവനാണ്, വരാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാനിപ്പോൾ അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലൊന്നും പോകാറില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ രാധ. നീ പോ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം രാധ വിക്രമിനോട് പറയുന്നുണ്ട്, ജീനയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നെല്ലാം വിക്രം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള കൂട്ട് പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നും അറിയാം, നീ വിഷമിക്കാതെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാധയെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിക്രം. ഇതേ സമയം നീ എന്താ ഇവളെയും കൊണ്ട് എന്ന് രാധ ചോദിക്കുമ്പോൾ വേദയുടെ മുത്തശ്ശി ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം വിക്രം പറയുന്നുണ്ട് കേട്ടോ രാധയോട്. ഇതെല്ലാം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം ശ്രീകാന്ത് കാണുന്നുണ്ട്. ഇത് കണ്ട് ശ്രീകാന്തിന് ദേഷ്യം വരികയാണ് കേട്ടോ. വിക്രമും ശ്രീകാന്തിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നതും രാധയോടായിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാനെന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശേഷം വേദയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശങ്കരനാരായണൻ വിക്രമിനെ നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ തല കുഴിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വിക്രമിനോടായിട്ട്
പത്മൻ ചോദിക്കുന്നുണ്ട്, രാത്രി നിങ്ങൾ വന്നതല്ലേ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല, അമ്മയ്ക്ക് അങ്ങനെ വേദയോട് ദേഷ്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മ വേദ സ്നേഹിക്കുന്നത് അമ്മയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ICUയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒബ്സർവേഷനിലാണ്, BP കൂടിയിട്ടാണ് പെട്ടെന്ന് വയ്യാതായത്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, എന്തായാലും ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ, BP നോർമൽ ആയതിനു ശേഷം വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ്. ഇതേ സമയം വേദ പറയുന്നുണ്ട്, ഞാനൊന്ന് മുത്തശ്ശിയെ പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ അനുവാദം കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം വിക്രമിനെയും കൂട്ടി മുത്തശ്ശിയുടെ അരികിലേക്ക് പോവാണ് വേദ. രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നത് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വേദയാണെങ്കിൽ മുത്തശ്ശിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശി വിഷമിക്കുന്നത്, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, ഇപ്പോൾ വിക്രമിൻ്റെ അമ്മയ്ക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ല, അതൊക്കെ മാറി മുത്തശ്ശി, സത്യമാണ് ഞാൻ പറഞ്ഞത് എന്നെല്ലാം വേദ പറയുമ്പോൾ, ആണോ മോളെ എന്നൊക്കെ മുത്തശ്ശി തിരിച്ച് ചോദിക്കുന്നുണ്ട്. തുടർന്ന് വിക്രമിനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വേദമോളെ ഒറ്റപ്പെടുത്തരുത്, എൻ്റെ മോള് ഒരു പാവമാണ്, മോളുടെ സ്നേഹം മനസ്സിലാക്കണം, വേദമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് വേദയോട് ദേഷ്യമൊന്നുമില്ല മുത്തശ്ശി, എൻ്റെ വീട്ടിൽ വേദ ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല, അത് ഞാൻ മുത്തശ്ശിക്ക് വാക്ക് തരുകയാണ് എന്ന് വിക്രം പറയുന്നത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേദയുടെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ വിക്രം പറയുന്നത് കേട്ട് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ് കേട്ടോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്, നീ മാത്രം വന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതെന്റെ ഭർത്താവാണ്, എൻ്റെ കൂടെ എവിടെയും വരാനുള്ള സ്വാതന്ത്ര്യം വിക്രമിനുണ്ട്, ഞാൻ വിളിച്ചിട്ടാണ് വിക്രം എൻ്റെ കൂടെ വന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ലേ, അതോ കാണാത്തതുപോലെ അഭിനയിക്കുകയാണോ, ഇവന്റെ കാമുകിയുണ്ടല്ലോ ആ ഓട്ടക്കാരി, രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എവിടെ പോയാലും ഇവനെയും അവളെയും ഒരുമിച്ച് കാണാം, അത്രമാത്രം എന്ത് ബന്ധമാണ് ഇവനും അവൾക്കും തമ്മിലുള്ളത് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്താ ഏട്ടൻ ഈ പറയുന്നത്, വിക്രമും രാധയും തമ്മിൽ ഏട്ടൻ കരുതുന്നത് പോലെ ഒരു ബന്ധവുമില്ല, എനിക്കറിയാം ഏട്ടൻ വെറുതെ ഒരു കഥയും ഉണ്ടാക്കണ്ട, ഇതൊന്നും കേട്ട് ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് ശ്രീകാന്തിന് നല്ല മറുപടി തന്നെ വേദ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇവിടെ വെച്ച് ഇങ്ങനത്തെ ഒരു സംസാരം ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് വിക്രമും പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും, അതെന്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്നെക്കുറിച്ച് അന്വേഷിക്കേണ്ട, ഇവളുടെ ചേട്ടൻ തന്നെയാണോ താൻ, ഇവളുടെ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുപോലെ വേദയുടെ അച്ഛൻ്റെയും മറ്റുള്ളവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്, നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നതിൻ്റെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്. ശ്രീകാന്ത് അങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ശ്രീകാന്ത് വിക്രത്തിനോടായിട്ട് പറയുന്നുണ്ട്, അമ്മയും അച്ഛനൊക്കെ അടുത്തുണ്ടായി പോയി, ഇല്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരുമായിരുന്നു ഞാൻ ആരാണെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇനിയും ഏട്ടൻ വിക്രമത്തിനെതിരെ ഒന്നും ചെയ്യാൻ ശ്രമിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വേദയ്ക്ക് ഇങ്ങനെ ഒരു ഏട്ടൻ ഇല്ലെന്ന് കരുതും, അത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൈ പിടിച്ച് വേദ നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് കേട്ടോ വിക്രം. ശ്രീകാന്ത് ആണെങ്കിലും ദേഷ്യത്തോടു കൂടി വിക്രമിനെ നോക്കുന്നുണ്ട്. പിന്നീട് വേദയും വിക്രമും കൂടി രാത്രിയിൽ ബൈക്കിലൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും പറയാത്തെ, മുത്തശ്ശിയെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ശ്രീയേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, എന്തിനാ നിങ്ങളോട് ഏട്ടൻ ഇത്രയും ശത്രുത വെച്ച് പുലർത്തുന്നത്, അതിന്റെ കാരണം എനിക്ക് അറിയാം എന്നെല്ലാം അതിന്റെ കാരണം എന്ന് വേദ പറയുമ്പോൾ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. നിങ്ങളുടെ സ്റ്റാറ്റസിനും നിങ്ങളുടെ കുടുംബത്തിനും യോഗ്യനല്ല ഞാൻ, പിന്നെ ദർശൻ സാറിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണം, അതാണ് നിന്റെ ഏട്ടന്റെ മനസ്സിൽ, ഞാൻ എന്ന് നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു അന്നേ നിന്റെ ഏട്ടന് സന്തോഷം കിട്ടൂ എന്നും വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല, പക്ഷെ എന്നെങ്കിലും ഏട്ടന്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഒരു ചായക്കട കാണുന്നുണ്ട്. അപ്പോൾ ചായ വേണോ എന്ന് വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ വേണ്ട എന്ന് വേദ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇറങ്ങ്, നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിച്ചാൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വേദയ്ക്ക് ചായയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം. അപ്പോൾ ഇതേ സമയം വിക്രം ആണെങ്കിൽ വേദയെ സ്നേഹത്തോടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം അഭിലാഷിന്റെ കൂടെയുള്ളവരെ ബൈക്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിനെയും വേദയെയും അവർ കാണുന്നുണ്ട്. അപ്പോൾ വിക്രമിനിട്ട് ഒരു പണി കൊടുത്താലോ, അവന്റെ മുന്നിൽ ചെന്നാൽ ശരിയാവില്ല, ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക, അതാണ് നമുക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രമും വേദയാണെങ്കിൽ ചായ കുടിച്ചതിന് ശേഷം രണ്ടുപേരും ബൈക്കിൽ
കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഗുണ്ടകൾ ഒളിച്ചു നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഗുണ്ടകൾ വിക്രമിന്റെ പുറകെ വന്നിട്ട് വിക്രമിനെ ഒരു വലിയ തടി എടുത്തിട്ട് ഇടിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നേരെ ബൈക്കിന്റെ നേരെ എറിയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബൈക്കിന്റെ ബാലൻസ് തെറ്റി വിക്രമും വേദയും ബൈക്കിൽ നിന്നും വീഴുന്നുണ്ട്. ഇപ്പോൾ ഇതേ സമയം വിക്രമിനെ അടിച്ചിടുകയാണ് കേട്ടോ ഗുണ്ടകൾ ചെയ്യുന്നത്. അപ്പോൾ വേദയുടെ കൈയൊക്കെ ആ ഒരു വീഴ്ചയിലെ മുറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം വേദയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ ഉടനെ തന്നെ വിക്രമിന്റെ അരികിലേക്ക് ഓടിപ്പോയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ തലയിൽ നിന്നും ചോര വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. തുടർന്ന് വേദ പറയുന്നുണ്ട് അവരൊക്കെ ആരാണെന്നറിയോ, അഭിലാഷിന്റെ കൂടെയുള്ളവരാണോ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം അവിടേക്ക് ഒരു ഓട്ടോ വരികയാണ് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ ആ ഓട്ടോക്ക് കൈ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് വിക്രത്തിനെ. അങ്ങനെ വിക്രമിന്റെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കിട്ടിയതിന് ശേഷം വിക്രവും വേദയും ഓട്ടോയിൽ തിരികെ വീട്ടിലെത്താണ്. വിക്രമിനെ കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് കേട്ടോ വേദ. എന്നിട്ട് അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേദയുടെ കണ്ണുകളൊക്കെ ഇതേ സമയം നിറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതേ സമയം വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് എന്താ പറ്റിയ, നീ എന്തിനാ കരയുന്നതെന്നെല്ലാം വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹം എന്താണെന്ന്, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവും എൻ്റെ മനസ്സ് എന്താണെന്നും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു. ഞാൻ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീയാണ്, അപ്പോൾ വിക്രം പറയുന്നുണ്ട് എൻ്റെ ജീവൻ എടുക്കാനായിട്ട് കാത്തിരിക്കുന്ന ചിലർ പുറത്തുണ്ട്, അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു ഗുണ്ടയുടെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് എന്തിനാ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ തോളിൽ തൂങ്ങുന്നത്, രക്ഷപ്പെട്ട് പോയിക്കൂടെ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും എന്ന് വിക്രം പറയുമ്പോൾ ഇത് കേട്ട വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും പോകാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാനാണ്. മരണം വരെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളെ ആരും കൊല്ലാനും പോകുന്നില്ല എന്ന് വേദ പറയുന്നത് കേട്ട് വിക്രം വേദയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നല്ല വേദനയുണ്ട്, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ ഉറങ്ങാതെ വിക്രമെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് വേദ വിക്രമിന്റെ തലയിൽ തലോടി നേരത്തോട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം ഇതേ സമയം വിക്രം കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയുടെ കൈ മാറ്റുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇപ്പൊ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കൊടുക്കുകയാണ് കേട്ടോ വിക്രം. നീ കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഉറങ്ങാതെ ഇരിക്കേണ്ട എന്നെല്ലാം വിക്രം പറയുന്നുണ്ട്. സാരമില്ല നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഗുളികയെല്ലാം കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വിക്രം പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേദനയില്ല എന്നെല്ലാം വിക്രമും പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇത് കഴിച്ചിട്ട് കിടാൻ വന്നാൽ മതി. എന്നിട്ട് വിക്രമിന്റെ കൈ പിടിച്ച് ഗുളിക ഏൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം എല്ലാം വിക്രം വേദയെ തന്നെ സ്നേഹത്തോടെ നോക്കുകയാണ്. തുടർന്ന് വിക്രം ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ പോലെയാണല്ലോ നീയും ഇപ്പോ എന്നെല്ലാം ചോദിക്കുകയാണ്. തുടർന്ന് ഗുളിക കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചതിന് ശേഷം തിരിഞ്ഞു കിടക്കുന്നുണ്ട്. താഴെ കിടക്കി വിരിച്ച് വേദയും കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേദ ഉറങ്ങുന്നുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ എണീറ്റ് വേദയെ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുകയാണ് കേട്ടോ. ഇഷ്ടത്തോടെ പ്രണയത്തോടു കൂടി തന്നെയാണ് വിക്രം വേദയെ നോക്കി കിടക്കുന്നത്. അങ്ങനെ അറിയാതെ വിക്രം ഉറങ്ങിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ കമലൻ ചായയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. കഥകിൽ വന്ന് തട്ടുകയാണ്. വേദ പോയി കഥക് തുറക്കുന്നുണ്ട്. അപ്പോൾ വേദയെ നോക്കിയിട്ട് വിക്രമിന്റെ അല്ലേക്ക് പോകുന്ന നേരം വിക്രമിന്റെ ആ നെറ്റിയിലെ മുറിവ് കണ്ടിട്ട് കമല ഓടിപ്പോയിട്ട് വിക്രമിനെ വിളിച്ചുണർത്തുകയാണ്. തുടർന്ന് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പറ്റിയത്, ഇന്നലെ കിടക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, ഇതെങ്ങനെയാ നെറ്റിയിൽ മുറിവ് പറ്റിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനും വേദയും ഒന്ന് പുറത്തു പോയിരുന്നു, വേദയുടെ മുത്തശ്ശി സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, അവിടെ പോയതാണ്, തിരിച്ചു വന്നപ്പോൾ ബൈക്ക് ഒന്ന് വീണു, അങ്ങനെ മുറിവ് പറ്റിയതാണ്, കുഴപ്പമൊന്നും ഇല്ല അമ്മയെന്നെല്ലാം വിക്രം പറയുന്നത് കേട്ട് കമലയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. പെട്ടെന്ന് ദേഷ്യത്തോടെ വേദയുടെ അരികിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ മോനെ കൊണ്ട് നടക്കുകയാണല്ലോ, ഒന്ന് തീരുമോ, മറ്റൊന്ന് എൻ്റെ മോന് സമാധാനം എന്നത് വിധിച്ചിട്ടില്ല, ഇനി ഞാൻ എന്തൊക്കെ കാണണം, ഞാൻ കണ്ടു രണ്ടുപേരും കൂടി രാത്രിയിൽ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വേദയുടെ നേരെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ കമല. തുടർന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഒന്ന് പോയാൽ മാത്രം മതി, കൂടുതലൊന്നും നീ എന്നോട് സംസാരിക്കണ്ട എന്നും കമല പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട് വേദ എവിടേക്ക് പോകാൻ, വേദ ഇവിടുന്ന് പോകാൻ എനിക്കൊരു കാരണം വേണ്ടേ അമ്മേ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവളെ ഇഷ്ടമാണോ, ഇവൾ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത് എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് കമല. ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിൽ ഇതേ സമയം വിഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട്. കമലത്തിന്റെ വാക്കുകൾ കേട്ട് വേദയ്ക്ക് ഒത്തിരി
ഒത്തിരി സങ്കടമാവുന്നുണ്ട്. ഇതേ സമയം കമല പറയുന്നുണ്ട്, നിനക്കൊന്നും പറയാനില്ല എങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിക്കാം, ഈ വീട്ടിൽ നിന്ന് ഒന്ന് പോയി തരാമോ എന്ന് പറയുന്നത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ ഇനി ഒന്നും പറയണ്ട, വേദ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, അമ്മയെപ്പോലെ തന്നെയാണ് എനിക്ക് വേദ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് എന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ വേദയെ സ്നേഹിച്ചു തുടങ്ങി എന്ന് വിക്രം പറയുന്നത് കേട്ട് കമലമാണെങ്കിൽ അമ്പരപ്പോടുകൂടി വിക്രമിനെ നോക്കുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല കമലത്തിന് വിക്രമിൻ്റെ ആ വാക്കുകൾ. വേദയാണെങ്കിലും വിക്രമിൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടുകൂടി നോക്കുന്നുണ്ട്. ഇതേ സമയം കമല പറയുന്നുണ്ട്, ഇപ്പൊ നീ ഇത്ര നാൾ ഇവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് വെറുതെയായിരുന്നു അല്ലേടാ, എന്തിനാടാ നീ എൻ്റെ മുന്നിൽ ഈ നാടകം കളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ ഒരു നാടകവും കാണിച്ചിട്ടില്ല, വേദ ഇപ്പോൾ എനിക്ക് ചേർന്ന പെണ്ണാണ്, പതിയെ പതിയെ ഞാൻ ഇവളെ സ്നേഹിച്ചു തുടങ്ങി, ഇവളെ ഇനി ഞാൻ എങ്ങോട്ടും പറഞ്ഞു വിടില്ല, ഞാൻ വേദയുടെ മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തതാണ് ഇവളെ ഞാൻ കൈവിടില്ല എന്ന്, ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല അമ്മ, അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് വിക്രം പറയുന്നത് കേട്ട് കമലത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോവാണ് കേട്ടോ. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം തന്നെയാണോ നീ, എൻ്റെ മോൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല, അമ്മയോട് ഞാൻ ഒന്നും സംസാരിക്കില്ല, എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലം അവിടെ നിന്നും പോവാണ്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വേദയാണെങ്കിൽ ഓടിപ്പോയിട്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം വിക്രമാണെങ്കിലും വേദയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് വേദയുടെ മുഖം വിക്രമിൻ്റെ കൈകളിൽ കോരിയെടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്നത്, സങ്കടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, വിക്രമിൻ്റെ വാക്കാണ് ഇത് എന്ന് വിക്രം പറയുന്നത് കേട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പവിത്രം സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കും. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്